വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ പുതുക്കം പ്രാപിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പുതിയ ദിവസങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ പുതുക്കപ്പെട്ട ഒരു മനസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷവും യഥാർത്ഥ പരിവർത്തനവും കൊണ്ട് നിറയുകയുള്ളൂ. പലരും പറയുന്നു, പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കണം, പക്ഷെ എന്റെ മനസ്സ് അലഞ്ഞു നടക്കുന്നു, എനിക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മറ്റു ചിലർ പറയുന്നു, എനിക്ക് ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഞാൻ എന്റെ ബൈബിൾ എടുക്കുന്ന നിമിഷം എനിക്ക് ഉറക്കം വരുന്നു. ചില മനസ്സുകൾ ലൗകിക മോഹങ്ങളാലും സമ്പത്തിനാലും നിരന്തരം അലഞ്ഞു നടക്കുന്നു. മറ്റു ചിലത് അസൂയയും അസ്വസ്ഥതയും നിറഞ്ഞതാണ്. പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, ഹൃദയം എല്ലാത്തിനുമുപരി വഞ്ചന നിറഞ്ഞതും അത്യന്തം ദുഷ്ടവുമാണെന്ന്. ഇത് യിരെമ്യാവ് 17:9 കാണാൻ സാധിക്കും. പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ കർത്താവിനെ നോക്കി, കർത്താവെ, എന്റെ മനസ്സ് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എനിക്ക് ഒരു വിശുദ്ധ മനസ്സ് തരണമേ, പ്രാർത്ഥനാപൂർവമായ ആത്മാവ് തരണമേ, നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം ആഗ്രഹിച്ചു. ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്ന അതേ മനസ്സ് തന്നിലും ഉണ്ടാകട്ടെ. അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതുന്നു, ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്ന ഈ മനസ്സ് നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന്. ഇത് ഫിലിപ്പിയർ 2:5 കാണപ്പെടുന്നു. ക്രിസ്തുയേശുവിന്റെ മനസ്സ് എന്തായിരുന്നു? അത് ദിവ്യ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. തികഞ്ഞ നിസ്വാർത്ഥമായ സ്നേഹം. അവന്റെ ചിന്തകൾ കരുണയും ക്ഷമയും നിറഞ്ഞതായിരുന്നു. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കൂ. അപ്പോൾ അവന്റെ മനസ്സെന്തായിരുന്നു? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. എത്ര കരുണ, എത്ര സ്നേഹം! തന്നെ കഷ്ടപ്പെടുത്തിയവരോട് പോലും അവന്റെ ചിന്തകൾ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. അവൻ തന്റെ അമ്മയെ പരിപാലിച്ചു, തന്റെ വേദനയിലും ശിഷ്യന്മാരെ പരിപാലിച്ചു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലായിരുന്നു അവന്റെ മനസ്സ് എപ്പോഴും. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ഹൃദയം പുതുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുയേശുവിന്റെ മനസ്സിനെ പ്രതിഫലിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 4:24 ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ യഥാർത്ഥ നീതിയിലും വിശുദ്ധിയിലും ധരിക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോവേൽ 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 5 അധ്യായം. ആമേൻ.